അത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരാൾ നിങ്ങൾ ഇപ്പോഴും ഇപ്പം അത് അനുമോളെ ഗെയിമാണ്. അനുമോളെ പേഴ്സണൽ ലൈഫ് ഇതും വെച്ചിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. കാരണം അനുമോളെ സ്വഭാവം എനിക്കില്ല. അനുമോളുടെ ഏത് സ്വഭാവമാണ് റെനമോൾക്ക് ഇല്ലാത്തത്? അതുപോലെ തന്നെ റെനമോള് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു തരണം. അനുമോള് ആരുടെ പേഴ്സണൽ ലൈഫ് എടുത്താണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഗെയിം കളിച്ചത്? മോളുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് ഗെയിം കളിച്ചോ? ഞാൻ കണ്ടിട്ടില്ല. മോളുടെ ഉമ്മാനെയും അനിയത്തിയൊന്നും കൊണ്ടിരുന്നില്ല. മറ്റേ എന്താണ് ബോയ് ഫ്രണ്ടിനെയാണ് എനിക്ക് കാണാൻ ആഗ്രഹം പൂത്തിരിക്കുന്നതെന്നൊക്കെ വിളിച്ചു കൂവി പറഞ്ഞത്. അത് അനുമോൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് അനുമോളായിട്ട് നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ വന്ന് സംസാരിച്ചതല്ല. നീയായിട്ട് അവിടെ പറഞ്ഞപ്പോൾ അതിന് അഭിപ്രായം പറഞ്ഞതാ. മനസ്സിലായില്ലേ? അല്ലാതെ അതിന് വേറെ ആരുടെയെങ്കിലും പേഴ്സണൽ ലൈഫിൽ അനുമോൾ പോയി തലയിട്ടിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ അനീഷേട്ടൻ്റെ കുടുംബത്തെ തൊട്ട് പേഴ്സണൽ പുറത്തുള്ള ഒരു കാര്യം ഒരു ടീം അവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ അവിടെ ചില ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അനുമോൾ ആ പരിപാടി ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കും കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അറിവിൽ. അങ്ങനെ വല്ല അനുമോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 റിലേറ്റ് ചെയ്ത് വീണ്ടും ഒരു വീഡിയോ. കോണ്ടന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെ ചെയ്യാതിരിക്കും? കുറച്ചധികം വീഡിയോകൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലടേ. പ്രത്യേകിച്ച് നമ്മുടെ റെനമോളും കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 7 അല്ല സീസൺ 6 കണ്ടസ്റ്റന്റ്, പ്രിയ കണ്ടസ്റ്റന്റ് നോറയും കൂടെ ഇരുന്ന് അനുമോളെ കുറച്ച് അവരാധിക്കുന്നത് കണ്ടു. നമുക്ക് മറുപടി കൊടുക്കണ്ടേ? അതിന് മറുപടി കൊടുക്കാം. 2 വീഡിയോ 2 പാർട്ടായിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. വലിയ ലെങ്ത് ഉള്ള ഒരുപാട് വലിയ നീളമുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. പക്ഷെ ഒരു 9-10 ദിവസം മുമ്പ് അങ്ങാണ്ട് ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. അധികം ആൾക്കാർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ആ വീഡിയോ. അപ്പോൾ എന്താണെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടേ. നമുക്ക് അതിനെ ഒന്ന് റിയാക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ അനുമോള് കഴിഞ്ഞ ദിവസം FC ബോയ് നമ്മുടെ ഉണീലിൻ്റെ വീട്ടിൽ വരുന്ന ഒരു വീഡിയോ ആണ്. ഇത് കണ്ടപ്പോൾ ലിറ്ററലി ഞാൻ ആലോചിച്ചു, എന്താണ് അനുമോളുടെ പ്രിയപ്പെട്ട ആദിലയും നൂറയൊന്നും കാണാൻ പോകാത്തത്? അവരുടെ ബർത്ത്ഡേക്കും ചെന്നില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കാം, നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ എന്താണെങ്കിലും അവർ തമ്മിലൊന്നും വലിയ ടച്ചില്ലെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഒണീലിനെയൊക്കെ പോയി കാണുന്നുണ്ട്. നല്ല കാര്യം. ഒണീൽ അതിന് നല്ലൊരു ക്യാപ്ഷനും ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്നത് കണ്ടു. കാരണം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എലിമിനേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം എലിമിനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്തവർ മാത്രമേ പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കത്തുള്ളൂ. എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സാധനം നല്ല കാര്യം. കാണുന്നവരെയൊക്കെ പറ്റുന്നവരെയൊക്കെ ആരോടെങ്കിലും ഒക്കെ പേഴ്സണലായിട്ട് ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ചിലരെ ഇപ്പം അതിനകത്ത് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം. പാട്ട ഗേൾസ് ചിലപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടമാണ്. അതിനകത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ പറയാനില്ല. നോറ റെനക്കൊച്ച് 2 പേരും കൂടെ ഇരുന്ന് അവരാധിക്കുന്നത് കാണിക്കാം. അതിന് മുമ്പായിട്ട് വേറൊരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. ഒരുപാട് ട്രോളുകളൊക്കെ ആൾക്കാർ അയച്ചു തരുന്നുണ്ടേ. അപ്പം അങ്ങനെ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രോളുണ്ട്. ഇത് നിങ്ങളൊന്ന് കാണ്. എന്നിട്ട് നമുക്ക് റെനയെയും നൂറയെയും പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. 2ഉം വിവരക്കേടാണ് കേട്ടോ. നൂറയാണ് റെനയ്ക്ക് ഇപ്പം കൂട്ട്. നല്ല കൂട്ടാണ്, ചേരും. ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. 2നും കനത്തിൽ കൊടുക്കാനുണ്ട്, കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ചിരിച്ചോണ്ട് തുടങ്ങാം. ഇതാ കണ്ടു. ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അറിയുന്നുണ്ട്. അസ്വീകാരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇവർ അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. എനിക്കതിന് പറയൊന്നുമില്ല. പറയുന്നത് പറഞ്ഞോട്ടെ. കുറയ്ക്കട്ടെ, കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല. ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു സുഖം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് തുറച്ചു നോക്കണം. കണ്ണെടുത്താത്തുക. അതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു, അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ജനങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കുറ്റന്റെ തന്നെയാണ്. അനുമോൾ കളിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അനുമോൾ കരച്ചിൽ നാടോടെ കളിച്ചിട്ടുണ്ട്. നീ ഉണ്ടായിരുന്നോ? സോറി, ഒരു അബദ്ധം പറ്റി പോയതാ. കഴിഞ്ഞ വർഷം ഈ വർഷം ഡിസേർവിംഗ് ആയൊരു വിന്നർ അല്ല ഞാൻ ഇപ്പോഴും പറയാം. തീരുമാനിക്കാൻ ഇയാളാര്? നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനു സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. അവറ്റകളുടെ കരച്ചിലേ കാണാൻ എന്തൊരു സുഖം. പറയുന്നവർ പറഞ്ഞോട്ടെ. എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാം തികഞ്ഞവരല്ല, അത്രേ ഉള്ളൂ. എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ 2 പേരുമാണ്. ഈ ശൈത്യയും ബിൻസിയും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റേ ലാലേട്ടൻ പറയുന്ന ഒരു സാധനം കേട്ടില്ലേ? അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്തൊരു ചോകം.
അതാണ് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ജനങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല, എനിക്കതാ തോന്നുന്നത്. എന്തിനാടേ ബിഗ് ബോസ് കഴിഞ്ഞ് കൊടി ഇറങ്ങി കപ്പും കൊണ്ട് അനുമോള് വീട്ടിലും പോയി, എന്നിട്ടും കയറിയിരുന്ന് അപരാധിച്ചുകൊണ്ടിരിക്കുക ഇന്റർവ്യൂകളിൽ. ബിൻസിക്കൊന്നും വേറെ ഒരു പണിയില്ല, ആർജയല്ലേ. കുറച്ച് നല്ല ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് പോയി കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ? നമ്മുടെയൊക്കെ പണി പിന്നെ ഇതാ, മോക്ക് വേറെ പണിയുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ പിന്നെ അതൊക്കെ ചെയ്തുകൂടെ? ഈ ചുമ്മാ വന്നിരുന്ന് എന്താ നീ പറയുന്നതിനകത്ത് മിസ്റ്റേക്ക്, തെറ്റുകൾ എല്ലാവരുടെയും കാണും. അനുമോളുടെ കാണും, ബിൻസിയുടെ കാണും. അതൊന്നും മനസ്സിലാക്കുക, അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് പക്ഷേ ബിൻസിയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അയ്യേ അവള് PR-ന്റെ ബലത്തിൽ, ഞാനായിരുന്നു സൂപ്പർ സ്റ്റാർ, എനിക്ക് PR ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് മലമറിച്ചേനെ, ഈ രീതിയിലുള്ള തള്ളുകളൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നുമോളെ ബിൻസി വെറുതെയാ. നിന്റെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ പോലും ഒരാളും അത് കാണത്തില്ല, മനസ്സിലായില്ലേ? അതിന് നിന്റെ അഹങ്കാരം, അതാണ് കറക്റ്റ് വേർഡ്, അഹങ്കാരം. അത് നീ ഒന്ന് കുറയ്ക്കണം. അപ്പൊ ഇച്ചിരിയെങ്കിലും ജനങ്ങൾ നിന്നെ ഒന്ന് കേൾക്കാനിരിക്കും, മനസ്സിലായില്ലേ? ഇത് നിന്റെയൊക്കെ സൈഡിൽ നിന്ന് അതല്ല നമ്മൾ കാണുന്നത്. നമ്മുടെ ശൈത്യമോള് എവിടെ ഒതുങ്ങിയില്ലേ, തീർന്നു, വാ കൂട്ടി. കാരണം ഒരാള് പോലും ശൈത്യയുടെ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ വരുന്നൊരു സങ്കടം എനിക്കിപ്പോൾ വന്നു തുടങ്ങി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഒരൊറ്റ വീഡിയോയിൽ പോലും ഒരു കമന്റ് പോലും ഇല്ല, ഒരൊറ്റ കമന്റ്. എനിക്കൊന്ന് ശൈത്യ അറിയാവുന്ന 1-2 പേര്, കൂടുതലൊന്നും പറച്ചിലൊന്നുമില്ല, ഒരു ലവ് ചിമ്പലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടേച്ചും പോവും. അതല്ലാതെ ഈ എഴുത്തുകളുണ്ടല്ലോ, എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കൊച്ചൊതുങ്ങി വാ പൂട്ടിയിരിപ്പുണ്ട്, ഒന്നും തിരിച്ചു പറയാനില്ല. മാരാറ് പിടിച്ചൊന്ന് ഓടിച്ച് തിരിച്ചങ്ങ് വിട്ടതിന് ശേഷം ഇപ്പൊ ഒന്നും മിണ്ടാനില്ല, ഒരക്ഷരം. മാരാറുമായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്ക് അറിയാലോ, മാരാറ് മറ്റേ പൊട്ടക്കിണറ്റിലെ തവളയാക്കി വിട്ടേച്ച്, പിന്നെ ഒന്നും മിണ്ടാനില്ല കുഞ്ഞ്. നല്ല കനത്തിൽ അത് പേര് പറയാതെ കൊടുത്തോണ്ട്, പ്രത്യേകിച്ച് മോക്ക് അതിന്റെ പുറകെ എന്തിന്റെ പുറകെ ശൈത്യ ഇപ്പൊ പോയാലും, കേസിന്റെയും പൊല്ലാപ്പിന്റെ പുറകെ പോയാലും ശൈത്യക്ക് തന്നെയാണ് നഷ്ടം, മനസ്സിലായില്ലേ? ശൈത്യ തന്നെ നാണം കെടും. കാരണം അതുപോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. പിടികിട്ടിയോ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞു ബിഗ് ബോസ് പ്രേക്ഷകർ. അപ്പൊ പിന്നെ നിങ്ങൾ എത്രയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കൂടുതൽ ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല പ്രേക്ഷകരെ. വീഡിയോക്ക് ഒരു ലൈക്ക് ഒക്കെ തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഹൈപ്പ് വീഡിയോ കമന്റ് ബോക്സിന്റെ അവിടെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നൂറേൻ രണയും കൂടെ ഇരുന്ന് അപരാധിക്കുന്നൊന്ന് കേൾക്കാം. നല്ല സൂപ്പറാ, അത് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാമേ. ജനറലി ഒരു കാര്യം മനസ്സിലാക്കണേ, ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ടുണ്ട്. PR കൊണ്ടാണ് ജയിച്ചത് എന്നുള്ളത് ഓക്കെ, PR കൊണ്ട് ജയിക്കുന്നതും ഒരു തെറ്റാന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ രണ്ടിനും നിർത്തിക്കൂടെ? ജനറലി ബിഗ് ബോസ് ഷോ കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്, പിന്നെ ഷോ കഴിഞ്ഞിട്ട് എന്തിനാ രണ്ടും കൂടെ ഇരുന്ന് കഥ പറയാൻ നിൽക്കുന്നേ? എന്തിനാ, എന്ത് കാര്യത്തിന്? ഷോ കഴിഞ്ഞു എന്ന് നിനക്ക് തന്നെ അറിയാം, പിന്നെ ഷോയെ പറ്റി നീ സംസാരിക്കാൻ നടക്കേണ്ട കാര്യമുണ്ടോ? കണ്ടന്റ് അത്രയല്ലേ ഉള്ളൂ. എനിക്കും അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പേഴ്സണലായിട്ട് നമുക്ക് നിങ്ങളോടൊന്നും ഒരു ദേഷ്യമല്ലേ, ഒരു ദേഷ്യവും ഇല്ല. നിങ്ങളുടെ സാധനം നമ്മൾ കാണുന്നു, നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുന്നു. നിങ്ങളൊന്നും കാണാതെ നിങ്ങൾ അനുമോളെ ഇരുന്ന് കുറ്റം പറയുന്നു, ആ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെടുത്ത് നിങ്ങൾക്ക് താങ്ങുന്നു, അത്രേ മാത്രമേ ഉള്ളൂ. അല്ലാതെ പേഴ്സണലി ഒരു ദേഷ്യവും നമുക്ക് ആരോടും ഇല്ല. അതും കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കുവാ. ഇതിന്റെ കൂട്ടത്തിൽ ജനറലി തീർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ എന്തിനാ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നത് ചേച്ചി? ഇവിടെ റന ക്വസ്റ്റ്യൻ ചെയ്ത ഒരൊറ്റ കാര്യം എന്താ വെച്ചാല്, അനുമോൾ കളിച്ച ഡേർട്ടി ഗെയിമാണ്, റൈറ്റ്? അവിടെ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഈവൻ എന്താ പറയാ, ഒരുപാട് ആൾക്കാരെ ഇമോഷണലി ഹേർട്ട് ചെയ്ത കാര്യം, ഇതിനെ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ. അതിന് ഇത്രത്തോളം ഇപ്പൊ റെനൻ എല്ലാരും കൂടി സൈലന്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. അനുമോൾ എല്ലാരും പറയുന്ന സ്ത്രീകൾ ഏറ്റവും വലിയ ശത്രു സ്ത്രീകളാണ്. ഇതിപ്പോ അനുമോളെ സ്ഥാനത്ത് ഇതേ ഡേർട്ടി ഗെയിം അനീഷേട്ടനാണ് കളിച്ചതെങ്കിൽ അത് ഞാൻ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നു. കാരണം എനിക്ക് മനസ്സിലാവാത്തത്, ആൾക്കാർക്ക് ഇത്ര ഡേർട്ടി ചീപ്പായിട്ട് ഫേക്ക് അലിഗേഷൻ വെച്ച് ഇത്ര ഫേക്കായിട്ട് നിൽക്കുന്ന ഒരാളാണോ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അതിന് എക്സ്പ്ലനേഷൻ ഇല്ല. ലൈക്ക് അനുമോൾ കാണിക്കുന്ന കള്ളത്തരത്തിന് ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല. ഇവർക്കുള്ള എക്സ്പ്ലനേഷൻ എന്താ, നിനക്ക് അസൂയല്ലേ, നിനക്ക് കുശുമ്പല്ലേ, ഓക്കെ അത് പറഞ്ഞോ, പക്ഷെ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറ. വേറൊരു കാര്യം കേൾക്കാൻ ചേച്ചി. അതിന് മുമ്പ് റെന്നമോളിൽ ചോദിച്ചതിന് ഈ പാവപ്പെട്ടവനൊരു മറുപടി കൊടുത്തോട്ടെ. റെന്നമോളെ, നീ മണ്ടിയായി പോയത് ഞങ്ങളുടെ കുറ്റമല്ല, മനസ്സിലായില്ലേ? ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്നാണ്, അല്ലാതെ ബിഗ് ബോസ് നന്മമരൻ ഷോ എന്നല്ല. അവിടെ ഡേർട്ടി ഗെയിം കളിക്കാം, ഇവിടെ ഡേർട്ടി ഗെയിം കളിക്കരുത് എന്നെങ്കിലും എഴുതി വെച്ചിട്ടില്ല മോളെ, മനസ്സിലായോ? പിന്നെ നിന്നെ പോലെ കുറെ എണ്ണം അതിനകത്തുണ്ടായിരുന്നല്ലോ. ഇതുങ്ങൾ എന്താ ചെയ്തത്? അനുമോള് ബുദ്ധിപൂർവ്വം ഡേർട്ടി ഗെയിം കളിച്ചെങ്കിൽ അവളുടെ ഗെയിം അത്. അവളത് കളിച്ചപ്പോൾ നിന്നെ പോലെ 10 എണ്ണം പുറകെ പോയി അങ്ങോട്ട്. അനുമോളുടെ ചൊറിഞ്ഞ്
അവൾക്ക് കണ്ടന്റായി, അവൾക്ക് റീച്ച് കിട്ടി, അവളുടെ PR പുറത്തുണ്ടെങ്കിൽ അവർക്കെടുത്ത് കത്തിക്കാൻ കുറേ സാധനങ്ങൾ കിട്ടി, അവർ കത്തിച്ചു, വോട്ട് വീണു, അത്രയേ ഉള്ളൂ. അതിനെ അങ്ങനെ എടുക്കാൻ നിനക്ക് എന്താ മോളെ പറ്റാത്തേ? അല്ലാതെ നീയൊക്കെ പറയുന്നത് മാത്രമാണ് ഗെയിം. അങ്ങനെ ഒരു സാധനം എടുത്തങ്ങ് മാറ്റി വെക്ക്. പിടികിട്ടിയോ? നല്ല ഗെയിം, ചീത്ത ഗെയിം അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ നല്ല ഗെയിം മാത്രം നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുൻഷിച്ചേട്ടൻ ആദ്യമേ ഇറങ്ങിപ്പോയില്ലേ, അതേപോലെ പോകേണ്ട വരും. മോളും കളിച്ചിട്ടുണ്ടല്ലോ നല്ല ഒന്നാം തരം ഡേർട്ടി ഗെയിം അതിനകത്ത് ഇല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് മോളെ. അതുകൊണ്ട് പിന്നെ അനുമോളുടെ ഡേർട്ടി ഗെയിം എന്നും പറഞ്ഞ് മോളൊക്കെ ഇറങ്ങുന്നത് അത്ര നല്ലൊരു പരിപാടിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരാൾ കൂടിരുന്ന് പറയുന്ന ഡേർട്ടി ഗെയിമർ നോറ. കഴിഞ്ഞ സീസൺ 6 എന്നെ കാണിച്ചോണ്ടിരുന്നേ, എന്നെ കാണിച്ചോണ്ടിരുന്നേ അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരച്ചിലായിരുന്നല്ലോ. അതൊക്കെ മറന്നുപോയോ നോറ മോളെ? മറന്നുപോയോ? മാമൻ ഓർമ്മിപ്പിക്കാം. ബാക്കി കാണണ്ടേ പ്രേക്ഷകരെ? കാര്യം എന്താ വെച്ചാല് അനുമോളാണെങ്കിലും അവിടുന്ന് കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട് PR ഇല്ല പറഞ്ഞു. പിന്നെ 50,000 കൊടുത്തത്, പിന്നെ 1,00,000 കൊടുത്തത്. അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്താൽ പോലെ വെരി നോർമലി ഓക്കെ ഞാൻ ഇത്ര PR കൊടുത്തിട്ടുണ്ട്, ദേ വിൽ വർക്ക് ഓൺ ഇറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രത്തോളം ക്വസ്റ്റ്യനിങ്ങും ഇത്രത്തോളം ആൾക്കാർ ചോദ്യം ചെയ്യാൻ വരില്ല. മെയിൻലി ഉള്ള ഒരു കാര്യം ഇപ്പൊ പോലും എന്താ പറയാ, വിനു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് 1101 കൊടുത്തത്. 11,111 1101. എന്താ നോറമോളെ, എന്താ പ്രശ്നം? എന്താ കണക്കൊന്നും അറിയാൻ പാടില്ലല്ലയോ? സാധാ സാധനങ്ങൾ പോലും 1000 11,000 തമ്മിൽ തിരിച്ചറിയാനുള്ള ബോധമൊന്നും ഇല്ലാതെ ഇരുന്നിട്ടാണോ വന്നിരുന്ന് ഈ മലമറിക്കുന്നേ? പിയറിനെ പറ്റി സംസാരിക്കുന്നേ? സംസാരിച്ചോ? കണക്കും ഇതുമായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ. പക്ഷെ 1000 10,000 ഒക്കെ കണ്ടാൽ മനസ്സിലാവണം കേട്ടോ മോളെ. പിന്നെ മോള് പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്നല്ലോ മനസ്സിലായല്ലോ പ്രേക്ഷകരെ. അനുമോള് പറഞ്ഞ കള്ളത്തരം അല്ല, അനുമോള് സത്യമാണ് പറയുന്നത് എന്ന് അനുമോൾ എവിടെയെങ്കിലും, അല്ലെങ്കിൽ സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന് മറ്റെവിടെയെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ബിഗ് ബോസ് ഷോയിൽ കയറുന്നതിന് മുന്നേ അങ്ങനെ എവിടെയെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുക്കണോ? സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ, ഒപ്പ് അല്ല, അതിൻ്റെ ആവശ്യമുണ്ടോ? കള്ളത്തരം നല്ല ഒന്നാന്തരമായിട്ട് അനുമോളുടെ കയ്യിലും ഉണ്ട്, PR വിനുവിൻ്റെ കയ്യിലും ഉണ്ട്, ഇല്ലാതൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അതും പറഞ്ഞ് നീയൊക്കെ ഇപ്പൊ ഇറങ്ങണ്ട. അതൊക്കെ പറഞ്ഞ് വിട്ടുകളയണം, മനസ്സിലായില്ലേ? അത് തെറ്റാണ്, ഓക്കെ തെറ്റാണ്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ചേച്ചി, കാരണം കപ്പ് പോയി. ബാക്കി കാണ്. ആണോ? ഓക്കെ ഒന്നേ എന്നാണ് കൊടുത്തത് പറയുന്നത്. അതേ അനുമോൾ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് 50,000 ആണ് കൊടുത്തത്. പിന്നെ പറയുന്നുണ്ട് 1 lakh കൊടുത്തത്, 15 ലക്ഷമാണ് ബാലൻസ് ഉള്ളത്. അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ പറയുന്നത് കാറ് കൊടുക്കുന്നത്, അതൊക്കെ അനുമോൾ ഇഷ്ടമാണ്. പക്ഷെ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് പറയണ. അനുമോള് എന്താ പറയാ, ജിസേലിന്റെ കാര്യം പറഞ്ഞിട്ട് ജിസേൽ അത് ബിഹേവ് ചെയ്തതും, പിന്നെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ പട്ടിമുഖം. ഞാൻ അവിടെ അനുമോൾക്ക് അത്രയും ഹേർട്ടാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര വിഷയമാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു പട്ടിൻ്റെ ഫേസുള്ള ആ ഒരു കാര്യം മാത്രമാണ്. അതിൻ്റെ പോലും സത്യാവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങൾ ആ രീതിക്ക് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്നും ചെയ്യാത്തത്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ സോറി പറയാൻ പഠിക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ അത് നിന്റെ മണ്ടത്തരം, ഞാൻ അങ്ങനെ പറയുള്ളൂ. പുറത്തിറങ്ങിയിട്ട് അതിനകത്ത് പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് സോറി പറയുന്നു, ഓക്കെ. മോളെ, അത് ഗെയിം ഷോ അല്ലേ മോളെ? അവിടെ ഗെയിം കളിക്ക് പോയിട്ട്, അല്ലാതെ അവിടെ തെറ്റ് പറ്റി അയ്യോ എല്ലാവരും ക്ഷമിക്കണേ, അത് ചെയ്യേണ്ടതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. തെറ്റ് പറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. ജനങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതെയും പോയേക്കാം. കാരണം അതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് മനസ്സിലാക്കണം. പിന്നെ നീ തന്നെ ഇപ്പം പറയുന്നു, നീ എന്തൊക്കെയാണ് അനുമോളെ വിളിച്ചത്? നീ തന്നെ പറയുന്നു പട്ടിയുടെ മോന്റെ മോളെ. നിനക്ക് വലിയ കുറ്റമൊന്നും അനുമോളെ പറയാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിന്റെ ഗെയിമും ഞങ്ങളൊക്കെ കണ്ടതാ. പിന്നെ നിന്റെ മറ്റേ ബോയ് ഫ്രണ്ടിൻ്റെ കേസ് എനിക്ക് അതിനകത്ത് സംസാരിക്കാനില്ല, താല്പര്യമില്ല. നമ്മളന്ന് കണ്ടത് അല്ലെങ്കിൽ നമ്മളെ കാണിച്ചത് ഫാമിലി റൗണ്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ ഫാമിലിയെ പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിനക്ക് കാണാൻ മുട്ടി നിൽക്കുന്ന 19 വയസ്സുള്ള നിന്റെ ബോയ് ഫ്രണ്ടിനെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് നീ. മോളെ, കുറ്റമൊന്നും പറയുന്നില്ല. ബോയ് ഫ്രണ്ടിനോട് അത്രയും സ്നേഹം കാണിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം, ഓക്കെ, ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു നിന്നെ. പക്ഷേ ഒരു ഗെയിം ഷോ, ഈ ബോയ് ഫ്രണ്ട് ഒരു 10-25 വയസ്സാകുമ്പോഴാണ് നീ ഇത് പറയുന്നതെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. ഈ 19 വയസ്സിലുണ്ടാകുന്ന ബോയ് ഫ്രണ്ട് ചിലപ്പോൾ 21 വയസ്സോ 21 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പൊടിയും തട്ടി അങ്ങ് പോകും മോളെ. അപ്പോൾ ചിലപ്പോൾ പുതിയ ബോയ് ഫ്രണ്ട് വരും, ചിലപ്പോൾ 22 ആകുമ്പോൾ പുതിയ ബോയ് ഫ്രണ്ട് വരും. മനസ്സിലായില്ലേ? ലൈഫ് ഒന്ന് സെറ്റിലായി, ഓക്കെ ദിസ് ഇസ് മൈ മാൻ, ഇയാളെ ഞാൻ കിട്ടും എന്നുള്ള എല്ലാ കാര്യങ്ങളും, അയാളായിരിക്കും ലൈഫ് ലോങ് എൻ്റെ പാർട്ണർ ആവാൻ പോകുന്നതെന്നൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന ആ സമയത്ത് യു ക്യാൻ ടെൽ ദാറ്റ്.
പക്ഷെ ഇത് മോളെ ഇച്ചിരി പോണ നീയൊക്കെ ചെന്നിട്ട് അറ്റ്ലീസ്റ്റ് വീട്ടുകാരെ വേണ്ട, ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാ മോളെ അതിനെ തോന്നിയത്. അതുകൊണ്ട് അന്നും നിന്നെ എടുത്ത് വാച്ച് താങ്ങി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് പറയും. ആ ഒരു സീനൊന്നും നിന്റെ കൂടെ യോജിക്കാൻ പറ്റത്തില്ല മോളെ. ഈ കൂടിരിക്കുന്ന ഈ പെണ്ണുപിള്ളക്ക് അത്യാവശ്യം പ്രായമുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ആ കൊച്ചിനെ. മോളെ 19 വയസ്സിലൊക്കെ അയ്യേ ഈ ചെറുക്കന് കുറച്ച് കഴിയുമ്പോൾ നല്ല ബോയ് ഫ്രണ്ടിനെ കിട്ടൂടി എന്ന് പറയാനുള്ള ബോധം പോലും ഇല്ലേ? അല്ല, നല്ല കാര്യം. 19-ആം വയസ്സിലെ 18-ആം വയസ്സിൽ അല്ലെങ്കിൽ 17-ആം വയസ്സിലെ ഒരാളോട് ഇഷ്ടം തോന്നി, അയാളുമായിട്ട് ലൈഫ് ലോങ് ഒരു 10-25 വയസ്സ് അല്ലെങ്കിൽ 26, 27, 30 വയസ്സ് വരെ ഒന്നിച്ച് തന്നെ പോയി അപ്പോൾ കല്യാണം കഴിച്ചൊക്കെ പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. മനസ്സിലായില്ലേ? ആ സ്നേഹം ഭയങ്കര, അത് ആ ഒരു ബോണ്ട് അടിപൊളിയായിരിക്കും. പക്ഷെ അത് ഇപ്പോഴേക്കെ നമുക്ക് അത് ലൈഫ് ലോങ് ഉണ്ടാവുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യരാ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ മനുഷ്യർ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് മോളെ ഇങ്ങനെയുള്ള ഒരു ഗെയിമിലൊക്കെ ഉള്ള ഒരു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരു ആരെങ്കിലും കാണുന്ന ആ ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ആരാണെങ്കിലും സ്വന്തം അപ്പനെ അമ്മയൊക്കെ ഓപ്റ്റ് ചെയ്യത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. നമുക്ക് ബാക്കി കാണാം. ആ ഒരു വീഡിയോ ചെയ്യാത്തതും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ചെയ്ത തെറ്റ് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ആ തെറ്റ് തന്നെയാണ്. ഇപ്പോൾ അനുമോളെ പട്ടീനെ വിളിച്ച കേസിൽ അതിൽ അനുമോളെ സൈഡിൽ മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ഗ്ലോറിഫൈ ചെയ്യാൻ ഒന്നും നോക്കുന്നില്ല. പക്ഷെ ആ ഒരു ചെറിയ കാര്യമാണ് ത്രൂ ഔട്ട് ഈ ഒരു 50 ഡേയ്സ് എനിക്ക് നെഗറ്റീവായി വരുന്നത്. പിന്നെ എൻ്റെ സൗണ്ട്, ബോയ് ഫ്രണ്ട്, നിന്നെ ഇവിടെ അലക്കി വെളുപ്പിക്കാൻ പുറത്ത് ആളില്ലല്ലോ. എക്സാക്ട്ലി. ഇനി നിങ്ങൾ പറയെങ്കിൽ PR ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല വീഡിയോ എങ്കിലും കാണും. എനിക്ക് വന്നിട്ടില്ല എന്നല്ല പറയുന്നത്. ആര്യൻ്റെ ആ ഒരു ഇഷ്യൂല് ഒരു 2-3 പേജൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എടാ, ബിഗ് ബോസിന്റെ ജനറൽ ഓഡിയൻസ് കുറെ ഉണ്ടാവും. ഇപ്പൊ ഞാനാണെങ്കിൽ അവിടെ 93 ഡേയ്സ് വിത്തൗട്ട് PR നിന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ജനറൽ ആയിട്ട് ഓഡിയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂട്രൽ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കേറും, ഡെഫിനറ്റ്ലി അത് കേറും. അതല്ലാതെ ഇതിനെ പറ്റിയിട്ട് ഇപ്പോഴും എനിക്ക് ആ വീഡിയോസ് ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. നീ ഇത് പറഞ്ഞേക്ക് ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അനുമോളെ ഈ 100 ഡേയ്സ് ജേർണിയിൽ എത്രയൊക്കെ അലിഗേഷൻസ് വെച്ചിട്ടുണ്ട്. അക്ബർക്കനെ ബസ്സിൽ നിൽക്കുന്ന ഒരു എന്തെങ്കിലും പൂവാലനായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ജിസേലിന്റെ അക്ബറിന്റെ വൈഫിനെ കാണാൻ എന്തൊരു സുന്ദരിയാണ്. പിന്നെന്താ കുറേ ഫുഡിൻ്റെ കാര്യം, എനിക്ക് ഫുഡ് തരാതെ ബാക്കിയുള്ളവർക്ക് ഫുഡ് കുറേ കൊടുക്കുന്നത്, അതൊന്നും നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ തരാം മോളെ. നീ പറഞ്ഞതിനകത്തൊക്കെ കാര്യമുണ്ട്. അനുമോൾ ഇതൊക്കെ ചെയ്തതാണ്. അക്ബറിന്റെ കേസിൽ അനുമോൾ പറഞ്ഞതിനോട് നമ്മൾ യോജിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അനുമോൾ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ അനുമോൾ പറഞ്ഞപ്പോൾ നീയൊക്കെ, അല്ലെങ്കിൽ നീ പുറത്തു പോയതിന് ശേഷം അവിടെ നടന്ന കേസിലൊക്കെ ബാക്കിയുള്ളൊരു അനുമോളെ ഹാൻഡിൽ ചെയ്തൊരു രീതിയുണ്ട്. അനുമോൾ എന്താണോ പറഞ്ഞത് അതിൻ്റെ ഒരു 100 ഇരട്ടിയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അനുമോളുടെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടിരുന്നത്. മനസ്സിലായോ? ആ ഒരു സാധനം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനുമോളെ വിമർശിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ചില കേസിലൊക്കെ എനിക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല അനുമോളോട്. പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിച്ച, അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിന് ശേഷം പല കാര്യങ്ങൾ, പല വീഡിയോ ക്ലിപ്പുകളും കാണുമ്പോൾ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഈ ഒരു പെങ്കൊച്ച് ഇതെല്ലാം ചെയ്തു, അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്ത എന്തിനാ? നീയൊക്കെ ഉള്ളപ്പോൾ പോലും നീയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ഒരു ചേര് തിരിഞ്ഞ് അവളെ പോയി അടിക്കുക. ഒറ്റയ്ക്ക് നടിക്കണമായിരുന്നു. ഈ ഒറ്റയ്ക്ക് അങ്ങനെയായിരുന്നെങ്കിൽ നിനക്കും കയ്യടി കിട്ടിയേനെ. നീയൊക്കെ പക്ഷെ അങ്ങനല്ല ചെയ്തത്. നീയൊക്കെ ഗ്രൂപ്പ് തിരിഞ്ഞ് അവളെ അടിക്കാൻ പോയി. അവിടെയാണ് പണി വാളിപ്പോയത്. ആ ഒരു ഗെയിം നിനക്കൊന്നും മനസ്സിലായില്ല. അവളവിടെ ആ സമയത്ത് ഒറ്റയ്ക്ക് നിന്നു, കൂടെ ഉണ്ടായിരുന്നവരെയും വെറുപ്പിച്ചു. മനസ്സിലായില്ല? എന്നിട്ട് ഒറ്റപ്പെട്ടു. എന്നിട്ട് നിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഒറ്റയ്ക്ക് നിന്ന് അവൾ കളിച്ചു. നീയൊക്കെ ഗ്രൂപ്പ് വെച്ച് വന്ന് അടിച്ചു. മനസ്സിലായില്ലേ? മറ്റേ പുള്ളി ഗ്യാങ്ങും അതും ഇതൊന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമായിരുന്നു. നിൻ്റെയൊക്കെ കയ്യിലെ തന്നെ മണ്ടത്തരം. നീയൊക്കെ തന്നെ അവൾക്ക് കപ്പെടുത്ത് കൈ കൊടുത്തു. പ്രത്യേകിച്ച് അവസാനത്തെ വീക്ക് കയറിയ ബിൻസ്, സൈത്തി എല്ലാം കൂടെ ചേർന്ന്. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരെയും അനുമോൾ മണ്ടന്മാരാക്കി, മണ്ടികളാക്കി. അത്രേ ഉള്ളൂ പറയാൻ. അങ്ങനെയും കൂടെ ഒന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ പിടികിട്ടിയോ? അനുമോളുടെ കയ്യിരിപ്പ് എല്ലാം ശരിയാണെന്നല്ല പറയുന്നത്. പക്ഷെ അവൾ കപ്പ് കൊണ്ടുപോകാൻ വന്നതാണ്, അതിനകത്ത് കാശ് കൊണ്ടുപോകാൻ വന്നതാണ്. അത് അവൾ കൊണ്ടുപോയി. കൂടുതൽ നീ ഒന്നും കിടന്ന് തിരച്ചിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കുറച്ചും കൂടെ നീയൊക്കെ പറയുന്നത് ജനങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ നിങ്ങളെ വായ തുറക്കൂല. നിങ്ങൾക്ക് ഇന്നെപ്പറ്റി ഓക്കെ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്താ? ഓക്കെ, എൻ്റെ സൗണ്ട്, പിന്നെ അനുമോൾ ആ ഒരു പട്ടിയെന്ന് വിളിച്ച വിഷയം. എന്റെ സൗണ്ട് ഒരു പ്രശ്നമില്ല. അല്ല, പക്ഷെ ഒരു പ്രശ്നമാണ് ആ മൈക്കിന്റെ ഇതില്. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ലൈക്ക് കുറെ ഇന്ന ഇതുവരെ ഫോളോ ചെയ്യുന്ന ഓഡിയൻസിന് അറിയാം ഞാൻ അവിടെ എന്തൊക്കെയാണ് സംസാരിച്ചതെന്നും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നിന്നതെന്നും ആരോടും പേഴ്സണലി ഒരു കാര്യം പറഞ്ഞ് ഡൗൺ ചെയ്തിട്ടില്ല എന്നുപോലെ വീട്ടുകാരെയും വീട്ടിലുള്ളവരെയും വിളിച്ചിട്ട് അത്രയും ചീപ്പ് ഗെയിം കളിച്ചിട്ടില്ല എന്നും എനിക്ക് പേഴ്സണലി അറിയാം. പേഴ്സണൽ അറ്റാക്സ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നിങ്ങൾക്ക്
ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്റെ ഫിയാൻസിനെ പറ്റി ഓരോരുത്തരെ പറയാ ചെയ്യുന്നത്. ഈവൻ എന്റെ അമ്മനെ പറ്റി വരെ അനുമോള് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, മറ്റ് ഫാമിലി റൗണ്ടിലുള്ള സമയത്ത് ആദില നൂറ നിൽക്കുന്ന സമയത്ത് ആദില നൂറ എന്റെ ഫാമിലിനെ സെലക്ട് ചെയ്ത് ആ ഒരു ഫാമിലി റൗണ്ടിൽ ആ സമയത്ത് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആലിബും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. പക്ഷെ അത് പുറത്ത് പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അവിടെയുള്ള ആരോട് ചോദിച്ചാലും ഞാൻ ഈ 3 പേരാണ് പറയാന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ മോളെ ഞങ്ങൾ കേട്ടിട്ടില്ല. നീ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ പേര് പറയുന്നത് നമ്മൾ കേട്ടത്. അത് പിന്നെ നിന്റെ ഇഷ്ടം, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ലേ. നമുക്ക് ബാക്കി കേൾക്കാം. നമ്മൾ ഈ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതൊന്ന് തിരിച്ച് റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നി. പിന്നെ അത് കട്ട് ചെയ്തിട്ട് നമ്മളെ കാണിച്ചതൊന്നും എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ആ കട്ട് ചെയ്യേണ്ട ഭാഗമൊന്നും അതിനകത്ത് നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അല്ലെങ്കിൽ പിന്നെ അന്നത്തെ എപ്പിസോഡ് ലൈവ് നമുക്ക് കാണാൻ മാർഗ്ഗമില്ല. ലൈവിലും അങ്ങനെ ഇവള് ബോയ് ഫ്രണ്ടിന്റെ പേര് മാത്രമേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഉമ്മയുടെ പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല, ഞാൻ ഓർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഈ കൊച്ചിരുന്ന് തള്ളുന്നതാണോ എന്നൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി കേൾക്കാം. പക്ഷെ അനുമോള് എനിക്കൊരു നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് മാറി നിന്നിട്ട് പറയാണ്, നമ്മളൊക്കെ നമ്മളെ വീട്ടുകാർ വരാനല്ല ആഗ്രഹിക്കുള്ളൂ, ഇവള് കണ്ടില്ലേ ഇവളെ ബോയ് ഫ്രണ്ട് വരാൻ ആഗ്രഹിക്കുന്നതെന്ന്. ലൈക്ക് ആൾക്കാർക്ക് അനുമോൾ അത് ഇട്ടു കൊടുക്കാണ്. ഇല്ലാത്ത കാര്യം ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് ബോയ് ഫ്രണ്ടിനോ ഉള്ള കാര്യം, എനിക്ക് വീട്ടുകാരെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അനുമോൾ പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അനുമോളോട് നല്ലപോലെ സ്നേഹിച്ചും ഒരു വെറുപ്പ് വെക്കാതെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ആക്ച്വലി ഈ ഒരു സംഭവത്തിന് എൻഡ് വരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അനുമോൾ പറയണം ഈ ഒരു ഫാൻ ആൾക്കാർ മറ്റുള്ളവരെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പൊ നോക്കി ബിഗ് ബോസ് കഴിഞ്ഞ കപ്പ് കൊണ്ടേ ഓക്കെ റെഡി. അനുമോക്ക് ആരോടൊരു റിഗ്രറ്റ്സ് ഇല്ല, ആരോടൊരു സോറി പറയാനില്ല, ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ചെയ്ത് അനുമോൾ എന്തിനാടി ചോറി പറയുന്നത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. എന്തിനാ അനുമോൾ ചോറി പറയുന്നത്? എനിക്കറിഞ്ഞൂടാ. പിന്നെ ഈ കൊച്ചു പറയുന്ന കാര്യം, അനുമോൾ ഇരുന്ന് അവളെ പറ്റി കുറ്റം പറഞ്ഞു, അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അത് മാത്രമാണ് പുറത്തേക്ക് വന്നതെന്ന്. മോളെ, അനുമോൾ ഇരുന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടു. അനുമോൾ സംസാരിക്കുന്നുണ്ട്, നീ ബോയ് ഫ്രണ്ടിനെ മാത്രം നമ്മളൊക്കെയാണ് ഈ ഫാമിലിയല്ലേ ചോദിക്കത്തുള്ളൂ, കാണണമെന്നല്ലേ പറയത്തുള്ളൂ എന്ന് അനുമോൾ പറയുന്നുണ്ട്. നമ്മൾ കണ്ടു. അത് അനുമോൾ ഇട്ട് തരേണ്ട കാര്യമൊന്നുമില്ല. അനുമോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മളൊക്കെ ചിന്തിച്ച കാര്യവും അത്. മനസ്സിലായില്ലേ? നമ്മൾ റിവ്യൂവിലും പറഞ്ഞൊരു കാര്യവും അത്. അനുമോൾ അത് ഇട്ട് തരേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞ്. അതിന് മുമ്പേ എല്ലാവരും ചിന്തിച്ചു, അത്യാവശ്യം ബോധമുള്ള എല്ലാവരും ചിന്തിച്ചാണ് ഈ കൊച്ചത്തെ ഇങ്ങനെ പറയുന്നത്. അല്ലേ? നിങ്ങൾ പറ, എല്ലാവരും ചിന്തിച്ച് കാണും. എന്നിട്ട് പിന്നെ ഇപ്പൊ പറയുന്നത് എന്താണ്? അനുമോളുടെ ഫാൻസിനോടൊക്കെ അനുമോൾ പറയണം, മറ്റുള്ളവരെ നീയൊക്കെ ഈ വന്നിരുന്ന ആ കൊച്ചിനെ വീണ്ടും ഇരുന്ന് അവരായിച്ചോണ്ടിരിക്കുമ്പോൾ അനുമോൾ ഇനി എത്രയൊക്കെ വന്ന് പറയുകയാണ്, ആരും ഒന്നും പറയണ്ട, വിട്ടുകളയാൻ പറഞ്ഞാലും കാണുന്ന ആൾക്കാർക്ക് ചൊറിയും മോളെ. അവർ നിന്റെയൊക്കെ കമന്റ് ബോക്സിൽ വന്ന് പൊങ്കാല ഇടും നല്ല രീതിയിൽ. അതിനകത്ത് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നീയൊക്കെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഗെയിം എന്താണെന്ന് അറിയാതെ ഇപ്പോഴും ഇരുന്ന് നീയൊക്കെ തള്ളിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അനുമോൾ അങ്ങനെ ചെയ്തു, അനുമോൾ ഇങ്ങനെ ചെയ്തു, അവൾ ഇപ്പോഴും ഇറങ്ങിയിട്ട് മാപ്പ് പറഞ്ഞിട്ടില്ല. എന്ത് കാര്യത്തിന്? ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി എന്താ നിന്റെയൊക്കെ വീട്ടിൽ വന്ന് അനുമോള് കാലെ പിടിച്ച് മാപ്പ് പറയണോ? അയ്യോ റെന്നമോളെ ക്ഷമിക്കണ്ടേ? എന്ത് കാര്യത്തിന്? നീയൊക്കെ വിട്ടുപിടി, അത്രേ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും വീണ്ടും നീയൊക്കെ തന്നെ ചെന്ന് സൈബർ അറ്റാക്ക് മേടിക്കുന്നത് മക്കളെ. എന്ത് കാര്യത്തിന്? വിട്, ഷോ കഴിഞ്ഞില്ലേ. നിങ്ങൾ ഈ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന നമ്മളും ഈ പരിപാടി നമുക്ക് കാണത്തില്ല, കണ്ടന്റ് നമ്മളും അത് വിടും. പരിപാടി കഴിയും, തീരട്ടെ, പുതിയ കണ്ടന്റുകൾ വരട്ടെ. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കും? പ്രിയ ബിഗ് ബോസ് ആരാധകരെ, നിങ്ങൾ പറ. ബിഗ് ബോസിന്റെ വീഡിയോ മാത്രമല്ലേ, വേറെ സോഷ്യൽ മീഡിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.